സുവർണ കഥകളിലേക്ക് സ്വാഗതം. രമേശ് പെരുമ്പിലാവ് എഴുതിയ MT നിശബ്ദതയിലേക്ക് മറഞ്ഞ കാഥികന്റെ ശബ്ദം. കാലം ഒരു വർഷം മുന്നോട്ടു നീങ്ങിയിട്ടും MT വാസുദേവൻ നായർ എന്ന പേര് മലയാളിയുടെ മനസ്സിൽ ഇന്നും ഒരു നിശബ്ദ സംഗീതം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പോയെന്ന സത്യം അംഗീകരിക്കാൻ മലയാളികളുടെ മനസ്സ് ഇനിയും പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹം കഥകളായി, വാക്കുകളായി, മനുഷ്യരുടെ വേദനകളായി നമ്മിൽ തന്നെ തുടരുകയാണ്. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്നുയർന്ന ആ ശബ്ദം മനുഷ്യജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു മടങ്ങിയ കഥകളിലൂടെ മലയാളിയുടെ ആത്മാവിൽ വേരൂന്നിയിരിക്കുന്നു. വേർപാടിൻ്റെ ഒരു വർഷം ഓർമ്മയുടെ തീരത്ത് നിൽക്കുമ്പോൾ MT നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നഷ്ടത്തേക്കാൾ വലിയ ഒന്നാണ്: ജീവിതത്തെ കരുതലോടെ കാണാൻ പഠിപ്പിച്ച ഒരു ദൃഷ്ടി. ഈ എഴുത്ത് ഒരു അനുസ്മരണമല്ല, കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥാകാരനോടുള്ള മലയാളിയുടെ നമസ്കാരമാണ്. കാഥികന്റെ കല എന്ന പുസ്തകത്തിൽ MT ഇങ്ങനെ എഴുതി: എല്ലാ എഴുത്തുകാരും ജീവിതാനുഭവങ്ങളാണ് അസംസ്കൃത വിഭവമായി എടുക്കുന്നത്. പഴയ ശൈലിയിൽ പറഞ്ഞാൽ എഴുത്തുകാരന്റെ കളിമണ്ണ്. മഹാനായ ശില്പി റോദാൻ ഒരുരുള കളിമണ്ണെടുത്ത് കയ്യിൽ തിരുപ്പിടിച്ചു കൊണ്ടുനിന്ന ഒരു രംഗം. ലോകപ്രശസ്ത നർത്തകിയായിരുന്ന ഇസ്ദോര ഡങ്കൻ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. സുന്ദരിയായ നർത്തകി നോക്കി നിൽക്കെ റോദാന്റെ പരുക്കൻ കൈക്കകത്ത് രൂപപ്പെടുന്ന കളിമൺ മുലകളിൽ ഞരമ്പുകൾ തുടിക്കുന്നത് കണ്ടു. അത്തരത്തിലൊരു മാറ്റം തന്നെയാണ് ജീവിതാനുഭവങ്ങൾ എന്ന അസംസ്കൃത വസ്തുവിൽ എഴുത്തുകാരനും ചെയ്യുന്നത്. MTയും അത്തരമൊരു മാറ്റം തന്നെയാണ് തൻ്റെ എഴുത്തു ജീവിതത്തിൽ പിന്തുടർന്നത്. നിശബ്ദമായ വേദനകളും ചെറുതും വലുതുമായ മനുഷ്യകഥകളുടെ താളവും കൈവരിച്ച് മലയാളിയുടെ ഹൃദയത്തിൽ വേരുപിടിച്ച ഒരു ആൽമരമായിരുന്നു MT വാസുദേവൻ നായർ. പാലക്കാടിൻ്റെ ഗ്രാമ്യ പശ്ചാത്തലത്തിൽ ജനിച്ച MT ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന പോലെ കഥകളെ വളർത്തിയെടുത്താണ് നോവലുകളും കഥകളും തിരക്കഥകളും എഴുതിയത്. താൻ ജനിച്ച തറവാട്ടിലെ ജീവിതത്തിൻ്റെ വേദനയും നീളാതീരത്തെ മനുഷ്യരുടെ ജീവിതവും കേരളീയ ജീവിതത്തിൻ്റെ മാറ്റങ്ങളും നിറയെ ഗ്രാമസ്മരണകളും അദ്ദേഹത്തിൻ്റെ കഥകളുടെ അടിസ്ഥാനമായിരുന്നു. MTയുടെ ചെറുപ്പകാലം പാരമ്പര്യ സമൂഹത്തിൻ്റെ തിളങ്ങുന്ന കാഴ്ചകളിലും ദാരിദ്ര്യത്തിലും നന്നായി സ്വാധീനം ചെലുത്തി. കുട്ടിയടത്തിയും ഭ്രാന്തൻ വേലായുധനും അദ്ദേഹം പരിചയിച്ച നാട്ടിൻപുറങ്ങളിലെ വ്യക്തിത്വങ്ങളായിരുന്നു. എളിയ ജീവിതങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണമാണ് അദ്ദേഹത്തെ കഥാകാരൻ എന്ന നിലയിൽ ഉയർത്തിയത്. വള്ളുവനാടൻ ഭൂമിയുടെ അനേകം അവസ്ഥകളെ വായനക്കാർക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. മലയാളിയുടെ വായനാ സംസ്കാരത്തിൽ MTയും മാധവിക്കുട്ടിയും വൈക്കം മുഹമ്മദ് ബഷീറും വലിയ സ്വാധീനം ചെലുത്തി. സാഹിത്യത്തിനതീതമായി ഏവർക്കും സ്വീകാര്യരായ എഴുത്തുകാരായിരുന്നു ഇവർ മൂവരും. MTയുടെ കഥകളിൽ മലയാളിയുടെ ജീവിതവും സംസ്കാരവും ബന്ധങ്ങളുടെ കടന്നുപോകലുകളും ഇടകലരുന്നു. കാരുണ്യത്തിൻ്റെ കരുത്തും പ്രണയത്തിൻ്റെ അസ്വസ്ഥതയും സംഘർഷങ്ങളുടെ വേദനയും അദ്ദേഹം പ്രമേയമാക്കുന്നു. ചെറുനൊമ്പരങ്ങളായ മനുഷ്യജീവിതങ്ങൾ, ഗ്രാമീണ പാരമ്പര്യത്തിൻ്റെ പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷങ്ങൾ ആ കഥകളുടെ പ്രത്യേകതകളായി. MT കഥകളിലൂടെ കൈമാറിയത് മനുഷ്യാത്മാവിൻ്റെ ഉൾക്കാഴ്ചയാണ്. അതിൻ്റെ ഗൗരവവും സംവേദനശേഷിയുമാണ് അദ്ദേഹത്തെ അതുല്യനാക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്തെ കൂടല്ലൂർ എന്ന വള്ളുവനാടൻ ഗ്രാമത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രവും പ്രാദേശിക ഭാഷാരീതിയും സാംസ്കാരിക സവിശേഷതകളുമൊക്കെ മലയാള കഥാരംഗത്ത് അംഗീകരിക്കപ്പെട്ടു. പിന്നാലെ നാലുകെട്ട് എന്ന നോവൽ കൂടി പ്രസിദ്ധീകരിച്ചപ്പോൾ MTയുടെ കഥാലോകത്തിൻ്റെ സാംസ്കാരിക ഭൂമിക മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠ നേടി. വൈകാരികതയുടെ ആഴവും മാനവികതയുടെ കരുതലും ഒരു കൂട്ടായ അനുഭവമായി വായനക്കാരൻ അനുഭവിക്കുമെന്നത് തന്നെ പ്രധാനമാണ്. വൈകാരിക സംഘർഷവും മാനസിക ചലനങ്ങളും സൂക്ഷ്മമായി MTയുടെ രചനകളിൽ ദർശിക്കാം. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളാണ് എഴുത്തിന്റെ മുഖ്യധാര. ഓരോ കഥാപാത്രവും സ്വന്തം അനുഭവങ്ങളുടെയും നിരാശകളുടെയും ഇടയിലൂടെ അവരവരുടെ വഴികൾ കണ്ടെത്തുന്നു. കുടുംബ ബന്ധങ്ങളിലെ ഇഴയിളക്കങ്ങളും ദാരിദ്ര്യത്തിന്റെ മൂടിപ്പിടുത്തവും ആകാംക്ഷകളുടെ തകർച്ചയും അദ്ദേഹത്തിന്റെ കഥകളിൽ പലതവണ പ്രത്യക്ഷപ്പെടുന്നു. കാവ്യാത്മകമായ അവതരണത്തിൽ ഓരോ കഥാപാത്രവും ജീവിക്കുമ്പോൾ
വായനക്കാരന് തങ്ങളുടെ ജീവിതത്തിലെ അനുപമമായ അനുഭവങ്ങൾ തിരിച്ചറിയാൻ കഴിയും. വൈയക്തികമായ അനുഭവങ്ങളും കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതിഫലനങ്ങളായി എം.ടി. ചിത്രീകരിക്കുമ്പോൾ കഥാപശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളും കാലാതീതമായി നിലനിന്നു. അതുകൊണ്ടുതന്നെ ആ എഴുത്തുകൾ തലമുറകളെ ആകർഷിക്കുന്ന രചനകളായി. ഒരു കാലത്തേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല, അതിൽ പ്രകടമായ ആത്മാവും ഉണർവുമാണ് പുത്തൻ തലമുറകളെയും ആകർഷിക്കുന്നത്. എളിയ മനുഷ്യരുടെ ആകുലതകളെ വെളിച്ചമാക്കി സമൂഹത്തിൻ്റെ വിപ്ലവകരമായ കാലാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുമ്പോൾ കഥകൾ സമാനതകളില്ലാത്ത അനുഭവങ്ങളായി മാറി. ഭാവഭദ്രതയും കാവ്യാത്മകതയും എം.ടിയുടെ ഭാഷയിൽ രസമുള്ള താളവും വായനക്കാരനുമായി സംസാരിക്കുന്ന ആഴമേറിയ ഭാവനയും അടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിൽ സാഹിത്യവും ജീവിതവും മിന്നുന്നതുപോലെ സഹജമാവുന്നു. എം.ടി. വാസുദേവൻ നായർ തൻ്റെ എഴുത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗൗരവമായ ഒരു കരുതലോടെയാണ് തൻ്റെ രചനകൾക്ക് രൂപം നൽകിയത്. അതിൻ്റെ ഫലമായി ആദ്യഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് വ്യത്യസ്തമായൊരു ഗുണമേന്മയും ആഴവും ലഭിച്ചു. ഈ ഗുണങ്ങൾ മാത്രമല്ല, എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിലനിർത്തിയ മികവിൻ്റെയും ആവിഷ്കാര സമ്പത്തിൻ്റെ ആത്മബന്ധവും എം.ടിയെ സാഹിത്യരംഗത്ത് അനശ്വരമാക്കി. 1998 പുറത്തുവന്ന കാഴ്ച എന്ന ചെറുകഥയ്ക്ക് ശേഷം എം.ടി. കഥകൾ എഴുതിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ഒരു നിശബ്ദ വിരാമമായിരുന്നു കാഴ്ച എന്ന കഥ. വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും അവയുടെ അർത്ഥവൽക്കരണത്തെക്കുറിച്ചുമുള്ള എം.ടിയുടെ വീക്ഷണങ്ങൾ പ്രകടമായിരുന്നു കാഴ്ചയിൽ. ആ അവസാന കഥയും വായനക്കാരനെ തൊടുന്ന ഹൃദയസ്പർശിയായ രചനയായി ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില കഥകളിലൂടെ കണ്ണോടിക്കുമ്പോൾ വാനപ്രസ്ഥം മനുഷ്യജീവിതത്തിൻ്റെ ത്യാഗവും അവഗണനയും ആഴത്തിൽ കണ്ടെത്തുന്ന രചനയാണ്. ഷെർലക് വ്യത്യസ്തമായ കഥാഗതിയിലൂടെ മനസ്സിൻ്റെ രഹസ്യങ്ങൾ തുറന്നു കാണിക്കുന്നു. മനുഷ്യൻ്റെയും അവനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജന്തുവിൻ്റെയും ജീവിതം ചിത്രീകരിക്കുന്നു. ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ ചെറുതും വലുതുമായ പൊട്ടിത്തെറികൾ പ്രത്യക്ഷപ്പെടുന്ന കഥ. ശിലാലിഖിതം പൈതൃകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഇടയിൽ മനുഷ്യബന്ധങ്ങളുടെ അവസ്ഥകളെ വിശദീകരിക്കുന്ന വിധം. കൽപ്പാന്തം കാലത്തിൻ്റെ അനന്തതയെയും മനുഷ്യൻ്റെ നിലനിൽപ്പിനെയും പരിശോധിക്കുന്ന കഥ. ആഖ്യാനത്തിൻ്റെ പൂർണ്ണതയും വൈവിധ്യവും കഥകളിൽ കടന്നുവരുമ്പോൾ എം.ടി. വാസുദേവൻ നായർ ഒരു കഥ പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ സമഗ്രതയോടെ വായനക്കാരനെ തൻ്റെ അനുഭവ ലോകത്തിലേക്ക് ക്ഷണിക്കുന്നു. എഴുത്തിൻ്റെ കരുതലും കാവ്യാത്മകതയും ചേർന്നു നിന്നതിനാലാണ് എം.ടിയുടെ ഓരോ കഥയും കാലാതീതമായ മനഃശാസ്ത്രാവബോധത്തിൻ്റെ ഉദാഹരണമായി എന്നും വായിക്കപ്പെടുന്നത്. 1959 എഴുതിയ നാലുകെട്ട് എം.ടി. വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവലായിരുന്നുവെങ്കിലും അത് മലയാള സാഹിത്യത്തിലെ അനശ്വര കൃതിയായി മാറി. കേരളത്തിലെ തറവാട് വ്യവസ്ഥയും അവിടെ നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളും തൻ്റെ വീക്ഷണത്തിലൂടെ എം.ടി. ഒരു ആഖ്യാനമായി അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ തറവാടുകൾക്ക് അന്ത്യം കുറിക്കുന്ന എഴുത്തായി തീർന്നു അത്. മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ നശിക്കലും അതിൻ്റെ മാനസികവും സാമൂഹികവുമായ ആഘാതങ്ങളും നോവലിൻ്റെ കേന്ദ്ര പ്രമേയമായിരുന്നല്ലോ. അന്നത്തെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ മാറ്റം നോവലിൻ്റെ ഭൂമികയാക്കി പകർത്താൻ എം.ടി. ശ്രമിച്ചപ്പോൾ അതൊരു വലിയ വിജയമായി തീർന്നു. പൈതൃകത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ഇടയിലുള്ള സംഘർഷം കൃത്യമായും ആവിഷ്കരിക്കുന്നതായിരുന്നു നാലുകെട്ട്. എം.ടിയുടെ ഭാഷയിലെ കാവ്യാത്മകതയും ആഖ്യാന ശൈലിയിലെ സന്തുലിതമായ ആഴവും ഈ നോവലിനെ വ്യത്യസ്തമാക്കി. തനതായ വാക്കുകളും വിവരണ രീതികളും വായനക്കാരനെ കഥയുടെ ഭാഗമാക്കി. നാലുകെട്ടിനു ശേഷം വന്ന എം.ടിയുടെ എഴുത്തുകൾക്കും ഒരു സവിശേഷ ശൈലി നിർമ്മിക്കാനായി. ഈ ശൈലിയാണ് അദ്ദേഹത്തെ മലയാളികളുടെ ഹൃദയത്തിൽ തടഞ്ഞു നിർത്തിയത്. എം.ടിയെ ഓർക്കുമ്പോൾ ഭീമനും ചന്തുവും മനസ്സിലേക്ക് കടന്നുവരിക സ്വാഭാവികമാണ്. രണ്ടാമൂഴം എം.ടി. വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിന് നൽകിയ ഏറ്റവും പ്രബലമായ സൃഷ്ടികളിലൊന്നാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും അവരുടേതായ പരിസരങ്ങളെയും ഒരു പുതുമയോടെ ആഴത്തിലുള്ള മനസാക്ഷ്യവുമായി വായിക്കാൻ ഈ നോവൽ നമ്മെ പ്രേരിപ്പിച്ചു. മഹാഭാരതത്തിൽ അത്ര ശ്രദ്ധ പതിയാത്ത പല കഥാപാത്രങ്ങളെയും എം.ടി. രണ്ടാമൂഴത്തിൽ വ്യക്തമായ വൃത്താന്തങ്ങളുമായി കൂടുതൽ ഊഷ്മളമാക്കും വിധം അവതരിപ്പിച്ചു.
ഭീമന്റെ സാരഥിയായ വിശോകൻ പോലെയുള്ള കഥാപാത്രങ്ങൾ മുഖ്യ വർത്തമാനങ്ങളുടെ അന്തർധാരകളെ കൂടുതൽ ആഴത്തിൽ അവതരിപ്പിച്ചു. ചെറിയ കഥാപാത്രങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ടതാണ് രണ്ടാമൂഴത്തിന്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. വലിയ പ്രമേയങ്ങൾക്കിടയിലും ചെറുതും അംഗീകരിക്കപ്പെടാത്തതുമായ സത്യങ്ങൾ കൂടെ കടന്നുവരുന്നു. ഇത് വളരെ ചെറിയവയെയും അടുത്തു കാണാനുള്ള വായനാ നിലപാടായി മാറി. മലയാള സാഹിത്യത്തിൽ ആ എഴുത്ത് പുതിയ വഴി തുറന്നു. രണ്ടാമൂഴത്തിലൂടെ പ്രതീകാത്മകമായ പുനർവായനയിലേക്കുള്ള ഉപന്യാസങ്ങളുടെയും മാനവികതയുടെയും സംവാദമാണ് തുറന്നിട്ടത്. വടക്കൻ പാട്ടുകൾ എന്ന കേരളീയ പാരമ്പര്യത്തിലെ പോരാട്ടഗാഥകളെ പുനരാവിഷ്കരിച്ച് ഒരു വടക്കൻ വീരഗാഥ എന്ന പുതിയ വീക്ഷണത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഒരു പുതിയ ചന്തുവിനെയാണ്. അതിനു മുമ്പ് മലയാള സിനിമയിലെ ഒരു പിടി ചന്തുമാരെ തിരുത്തി എഴുതുക കൂടിയായിരുന്നു വീരഗാഥയിലൂടെ MT ചെയ്തത്. പരമ്പരാഗതമായ വടക്കൻ പാട്ടുകൾ ചന്തുവിനെ ഒരു ചതിയനായ പാതകിയായാണ് ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ MT അതിനോട് വ്യത്യസ്തമായി ചന്തുവിനെ വീരപൗരുഷവും മഹാനായ ഒരു പോരാളിയുമായാണ് കാണിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പരിസര ശക്തികളും വിദ്വേഷവും അവനെ ചതിയനായി ചിത്രീകരിച്ചതാണെന്ന MTയുടെ ഭാഷ്യം വായനക്കാരനെയും പ്രേക്ഷകനെയും പുതിയ രൂപത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ചതിയനായ ചന്തു എന്ന പരമ്പരാഗത ധാരണയെ മറികടന്ന് മനുഷ്യനെന്ന നിലയിൽ വിചാരിക്കാൻ കഴിയുന്ന ചന്തു എന്ന പുതിയ രൂപം അദ്ദേഹം നിർമ്മിച്ചു. MTയുടെ ഈ ആശയവിനിമയം ചന്തുവിൻ്റെ വർത്തമാനങ്ങളെ മാത്രം ആഴത്തിൽ വിലയിരുത്തുന്നില്ല, മറിച്ച് കാലഘട്ടത്തിൻ്റെയും സാമൂഹികമായ സംഘർഷങ്ങളുടെയും വെളിച്ചത്തിൽ അതിനെ പുനർനിർമ്മിക്കുന്നതിലേക്കാണ് ചന്തുവിനെ വീരനായി കാണാൻ പഠിക്കൂ എന്ന പാഠം പറഞ്ഞു വയ്ക്കുന്നത്. MTയുടെ പെരുന്തച്ചൻ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശക്തമായ പുനരാഖ്യാനങ്ങളിൽ ഒന്നാണ്. ശില്പത്തിനോടുള്ള സമർപ്പണം, കലയുടെ ആത്മീയത, മനുഷ്യന്റെ പരിധികളും ദൈവികതയുടെ അതിരുകളും തമ്മിലുള്ള സംഘർഷം എല്ലാം അതുല്യമായ ഭാഷാഭംഗിയോടെ MT അവതരിപ്പിക്കുന്നു. പണിയിൽ ജീവൻ ഉഴലുന്ന ഒരു കലാകാരന്റെ ആത്മാവാണ് പെരുന്തച്ചൻ. തൻ്റെ കലയോട് ഒരിക്കലും വഞ്ചന ചെയ്യാത്ത, കഴിവിനെ ദൈവാനുഗ്രഹമായി കാണുന്ന ഒരു മഹാതിളക്കമുള്ള ശില്പി. കലയുടെ പരിശുദ്ധിയും സമൂഹത്തിൻ്റെ നിയമങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ MT മനുഷ്യന്റെ വേദനയെയും ഒറ്റപ്പെടലിനെയും അതീവ സത്യസന്ധമായി വരച്ചിടുന്നു. MT വാസുദേവൻ നായരുടെ സൃഷ്ടികളും പാതകളും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും എക്കാലത്തും അലങ്കാരമാണ്. കേരളത്തിൻ്റെ മണ്ണിനും ജീവിതത്തിനും പ്രണവഗാനങ്ങളായി അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും ഉറച്ചു നിൽക്കുന്നു. പത്രപ്രവർത്തകനായി എഡിറ്റർ എന്ന പദവിയിലിരുന്നു കൊണ്ട് സാഹിത്യത്തിൽ പുതിയ കാഴ്ചപ്പാടുകളും ജീവിതത്തിൻ്റെ അടിയുറച്ച വിശകലനവും കൊണ്ടുവന്ന അദ്ദേഹം സിനിമാ മേഖലയിലും മാറ്റി നിർത്താനാവാത്ത പ്രതിഭയായിരുന്നു. MTയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരേ സമയം വേർപാടിൻ്റെ വേദനയും അഭിമാനവുമാണ് നിറയുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും MTയുടെ ഭാഷയുടെ ആഴവും ഹൃദയവും അറിയാൻ കഴിഞ്ഞവർ ഭാഗ്യശാലികൾ തന്നെയാണ്. MTയുടെ ലേഖനങ്ങളും സൃഷ്ടികളും എക്കാലത്തും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.